ടോപ്പ് ട്യൂഷൻ്റെ ജിയോഗ്രഫി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 7 ഇന്ത്യൻ എക്കോണമി ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷനിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വിച്ച് ഇയർ അച്ചീവ്ഡ് ദി ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് ഇൻ GDP അക്കോർഡിംഗ് ടു ദ ഗ്രാഫ്? താഴെ തന്നിരിക്കുന്ന ഗ്രാഫ് പ്രകാരം GDPയിൽ ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് കാണിക്കുന്ന അല്ലെങ്കിൽ ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്ത ഇയർ ഏതാണ്? അപ്പോൾ നമുക്കൊരു ഗ്രാഫ് വന്നിട്ട് 2012-13 മുതൽ 2024-25 വരെയുള്ള GDP റേറ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഹയസ്റ്റ് GDP ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നത് 2021-22ലാണ്. അതായത് ഇവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഗ്രോത്ത് റേറ്റ് പറയുന്നത് 9.7% ആണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, ഒരു നെഗറ്റീവ് ഗ്രോത്ത് ആണ് പ്രീവിയസ് ഇയറിൽ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ആ പ്രീവിയസ് ഇയറിലെ നെഗറ്റീവ് ഗ്രോത്തിൽ നിന്നും ഒരു സിഗ്നിഫിക്കൻറ്റ് റിക്കവറിയാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് എക്കണോമിക് ഗ്രോത്തിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും, അത് എപ്പോഴും സ്റ്റഡി ആയിരിക്കില്ല എന്നാണ് ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. According to the graph for the years 2012-13 to 2023-24, the highest GDP growth rate was achieved in the year 2021-22. The growth rate recorded for that year was 9.7%. This was a significant recovery after the negative growth in the previous year. This shows that economic growth can have fluctuations and is not always steady. Question: In which year did the lowest economic growth rate occur and was it negative? അപ്പോൾ തന്നിരിക്കുന്ന ഗ്രാഫിൽ ഏത് ഇയറിലാണ് ലോവസ്റ്റ് എക്കണോമിക് ഗ്രോത്ത് റേറ്റ് ഒക്കർ ചെയ്തിരിക്കുന്നത്, അത് നെഗറ്റീവ് ആണോ എന്നും കൂടി ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ലോവസ്റ്റ് എക്കണോമിക് ഗ്രോത്ത് റേറ്റ് വന്നിട്ട് 2020-21ലാണ് ഒക്കർ ചെയ്തിരിക്കുന്നത്. ഇവിടെ വരുന്ന ഗ്രോത്ത് റേറ്റ് പറയുന്നത് -5.8% ആണ്. അപ്പോൾ അവിടെ കൺട്രിയുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് വന്നിട്ട് ആ ഒരു വർഷം ഡിക്രീസ് ആയി എന്നാണ് കാണിക്കുന്നത്. ഈ ഒരു നെഗറ്റീവ് ഗ്രോത്ത് വന്നിട്ട് പാനഡമിക് മൂലം ഉണ്ടാവുന്ന ഗ്ലോബൽ എക്കണോമിക് സ്ലോ ഡൗൺ കാരണമാണ്. അപ്പം ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The lowest economic growth rate occurred in the year 2020-21. The growth rate was negative, falling to -5.8%. This means the country's gross domestic product, that is GDP, decreased that year. This negative growth was largely due to the global economic slowdown caused by the pandemic. Question: What areas does India need to improve to achieve high human development? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഏരിയാസിലാണ് ഇന്ത്യ ഇംപ്രൂവ് ചെയ്യേണ്ടത്? ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് കുറച്ച് സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രസ് നടത്തേണ്ടതുണ്ട്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് എല്ലാവർക്കും ബെറ്റർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ട് ലൈഫ് എക്സ്പെക്റ്റൻസി ഇംപ്രൂവ് ചെയ്യുക എന്നാണ്. പിന്നെ പറയുന്നത് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇംപ്രൂവ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലിറ്ററസിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക, പിന്നെ സ്കൂൾ എൻറോൾമെൻറ്റ് റേറ്റ്സും ഇംപ്രൂവ് ചെയ്യാം. പിന്നെ വരുന്നത് സൊസൈറ്റിയിലുള്ള എല്ലാ സെക്ഷൻസിനും ബെനിഫിറ്റ്സ് ലഭിക്കുന്ന പോലെ പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യുക എന്നതാണ്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ടു അച്ചീവ് എ ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ദാറ്റ് ഈസ് HDI വാല്യൂ, India needs to make significant progress in key areas. It must improve life expectancy by providing better healthcare facilities for everyone. India also needs to improve its education system, focusing on literacy and school enrollment rates. Increasing the per capita income in a way that benefits all sections of society is also essential. Question: Why is Kerala ranked high on SDG India Index? എന്തുകൊണ്ടാണ് കേരളത്തിന് SDG ഇന്ത്യ ഇൻഡെക്സിൽ ഹൈ റാങ്ക് ലഭിച്ചത്? അപ്പോൾ കേരളം വന്നിട്ട് സോഷ്യൽ ജസ്റ്റിസ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ പോലെയുള്ള ഏരിയാസിൽ വളരെയധികം പ്രോഗ്രസ് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റേറ്റിൽ ഹൈ ലിറ്ററസി റേറ്റ് ആണുള്ളത്, അതുപോലെ തന്നെ ലോ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റുമാണ് ഉള്ളത്. ഇത് അച്ചീവ് ചെയ്തത് ലാൻഡ് റിഫോംസ് പോലെയുള്ള പോളിസീസ് വഴിയും, അതുപോലെ തന്നെ യൂണിവേഴ്സൽ പബ്ലിക് എഡ്യൂക്കേഷൻ വഴിയും, പിന്നെ ഫുഡിന് വേണ്ടിയിട്ടുള്ള സ്ട്രോങ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസും വഴിയാണ്. ഈ ഒരു ലോങ് ടേം എഫേർട്സ് വന്നിട്ട് കേരളത്തിലുള്ള ജനങ്ങൾക്ക് ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫാണ് റിസൾട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. കേരള ഹാസ് മെയ്ഡ് ഗ്രേറ്റ് പ്രോഗ്രസ് ഇൻ ദ ഏരിയാസ് ഓഫ് എഡ്യൂക്കേഷൻ, health and social justice.
The state has high literacy rates and low infant mortality rates, which are key development indicators. This was achieved through policies like land reforms, universal public education, and a strong public distribution system for food. These long-term efforts have resulted in a better quality of life for its people. Question: what is the difference between the Planning Commission and NITI Aayog? പ്ലാനിംഗ് കമ്മീഷനും NITI ആയോഗും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് 1950 മുതൽ 2014 വരെ കൺട്രിക്ക് വേണ്ടിയിട്ട് 5-year പ്ലാൻ ഉണ്ടാക്കിയ സെൻട്രൽ ബോഡിയാണ്. അതേസമയം NITI ആയോഗ് വന്നിട്ട് 2015 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു അഡ്വൈസറി ബോഡി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ പ്ലാനിംഗ് കമ്മീഷൻ പോലെയല്ല NITI ആയോഗ്. NITI ആയോഗിനകത്ത് പ്ലാനിംഗ് പ്രോസസ്സിൽ സ്റ്റേറ്റ്സിനെ ഒന്നും കൂടി ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നു. ഇതുമൂലം കോപ്പറേറ്റീവ് ഫെഡറലിസമാണ് അവിടെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. NITI ആയോഗ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു 5-year പീരീഡ്സിന് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു ലോങ് ടേം വിഷനാണ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Planning Commission was a central body that made 5-year plans for the country from 1950 to 2014. NITI Aayog, established in 2015, acts more like a think tank or advisory body to the government. Unlike the Planning Commission, NITI Aayog involves states more actively in the planning process, promoting cooperative federalism. NITI Aayog focuses on creating a long-term vision rather than allocating funds for 5-year periods. Question: what is the difference between economic growth and economic development? എക്കണോമിക് ഗ്രോത്തും എക്കണോമിക് ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇപ്പോൾ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു കൺട്രിയുടെ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക എന്നാണ്. അതേസമയം എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഇമ്പ്രൂവ്മെൻറ്റോട് കൂടി അല്ലെങ്കിൽ ഈ ഒരു ഗ്രോത്തിനോട് കൂടി ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫും ഇമ്പ്രൂവ് ചെയ്യുക എന്നാണ്. എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത് പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഇക്വാലിറ്റി ഒക്കെ റിഡ്യൂസ് ചെയ്യുക എന്നാണ്. അതോടൊപ്പം തന്നെ ഹെൽത്തും എഡ്യൂക്കേഷനും ഇമ്പ്രൂവ് ചെയ്യുക എന്നാണ്. അപ്പോൾ ഒരു കൺട്രിയിൽ എല്ലാവർക്കും ആ ബെനിഫിറ്റ് റീച്ച് ചെയ്തില്ലെങ്കിൽ ഗ്രോത്ത് ബെനിഫിറ്റ് റീച്ച് ചെയ്തില്ലെങ്കിൽ ആ കൺട്രിയിൽ എക്കണോമിക് ഗ്രോത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷേ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Economic growth is the increase in a country's production of goods and services measured by GDP. Economic development is a broader concept that includes not just growth but also improvements in people's quality of life. Development focuses on reducing poverty, unemployment, and inequality and improving health and education. A country can have economic growth without much economic development if the benefits of growth do not reach everyone. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Question: what is per capita income or PCI and what is one of its main limitation? Per capita income പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഒരു മെയിൻ ലിമിറ്റേഷൻ എന്താണ്? പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിലുള്ള ഒരു വ്യക്തിയുടെ ആവറേജ് ഇൻകം ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ ദ പോപ്പുലേഷൻ ആണ്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് രണ്ട് കൺട്രീസിൻ്റെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ എക്കണോമിക് ഗ്രോത്ത് കമ്പയർ ചെയ്യാനും അതുപോലെ തന്നെ മെഷർ ചെയ്യാനുമാണ്. ഇതിന് വരുന്ന മേജർ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ആവറേജ് മാത്രമാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ആവറേജ് മാത്രമേ അറിയുന്നുള്ളൂ, അല്ലാതെ ഇൻകം ഇനീക്വാളിറ്റിൻ്റെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നില്ല. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് വെൽത്ത് വന്നിട്ട് ഈ ജനങ്ങൾക്കിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Per capita income is the average income of a person in a country calculated by dividing national income by the population. It is often used to measure and compare the economic growth of different countries. A major limitation is that it is only an average. It does not give any information about income inequality or how wealth is distributed among the people. Question: what is the Human Development Index or HDI?
ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ HDI എന്ന് പറയുന്നത് എക്കണോമിക് ഡെവലപ്മെന്റിന്റെ ലെവലിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തിന് റാങ്ക് ചെയ്യാൻ യുണൈറ്റഡ് നേഷൻസ് യൂസ് ചെയ്യുന്ന ഒരു മെഷറാണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 3 ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്. ഒന്ന് ലൈഫ് എക്സ്പെക്ടൻസി, മറ്റേത് ലിറ്ററസി, പിന്നെ ഒന്ന് പെർ ക്യാപിറ്റ ഇൻകം. ഈ 3 ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഓരോ രാജ്യത്തിന്റെയും HDI വാല്യൂ എന്ന് പറയുന്നത് 0-ന്റെയും 1-ന്റെയും ഇടയിലായിരിക്കും. അപ്പൊ ഇത് ഡെവലപ്മെന്റിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Human Development Index or HDI is a measure used by the United Nations to rank countries based on their level of economic development. It is calculated based on 3 factors: a long and healthy life, that is life expectancy, knowledge, that is literacy, and a decent standard of living, that is per capita income. The HDI value for each country is between 0 and 1. It provides a more complete picture of development than just income alone. Question: What were the main objectives of India's economic planning? ഇന്ത്യയുടെ എക്കണോമിക് പ്ലാനിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഇപ്പൊ ഇന്ത്യയുടെ എക്കണോമിക് പ്ലാനിങ്ങിന് 4 മെയിൻ ഒബ്ജക്റ്റീവ്സ് ആണ് ഉള്ളത്. ഒന്ന് ഗ്രോത്ത്, രണ്ടാമത്തെ മോഡേണൈസേഷൻ, മൂന്നാമത്തെ സെൽഫ് റിലയൻസ്, നാലാമത്തെ ഇക്വിറ്റി. ഇപ്പൊ ഗ്രോത്ത് കൊണ്ട് എയിം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ കൺട്രിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നാണ്. അതേസമയം മോഡേണൈസേഷനും കൊണ്ട് ഫോക്കസ് ചെയ്യുന്നത് സോഷ്യൽ ഔട്ട്ലുക്ക് ചേഞ്ച് ചെയ്യുകയും അതുപോലെ തന്നെ പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുക എന്നതാണ്. പിന്നെ വരുന്നത് സെൽഫ് റിലയൻസ് ആണ്. സെൽഫ് റിലയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോറിൻ കൺട്രീസിന് മേലെയുള്ള ഡിപ്പെൻഡൻസ് റെഡ്യൂസ് ചെയ്യുക എന്നാണ്. പിന്നെ വരുന്നത് ഇക്വിറ്റി ആണ്. അതായത് ബേസിക് നീഡ്സ്, എല്ലാവർക്കും വേണ്ട ബേസിക് നീഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടും അതേപടി വെൽത്ത് വന്നിട്ട് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടും ഈക്വിറ്റി അല്ലെങ്കിൽ ഈക്വാലിറ്റി എൻഷുർ ചെയ്യുക എന്നതാണ് ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The 4 main objectives of economic planning in India were growth, modernization, self-reliance, and equity. Growth aimed to increase the country's production capacity. Modernization focused on adopting new technology and changing social outlooks. Self-reliance means reducing dependence on foreign countries. Equity, ensuring equality by providing basic needs to all and enabling fair distribution of wealth. Question: Who is considered the father of Indian economic planning? Indian economic planning ന്റെ father ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ആരാണ്? ഇപ്പൊ ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്ങിന്റെ ഫാദർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എം വിശ്വേശ്വരയ്യയാണ്. ഇദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അത് 1934 പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ എന്നാണ് ആ ബുക്കിന്റെ പേര്. ഈ ഒരു ബുക്കിൽ അദ്ദേഹം കൺട്രിയുടെ എക്കണോമിക് ഡെവലപ്മെന്റ് വേണ്ടിയിട്ടുള്ള 10-year പ്ലാൻ ആണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഈ ഒരു വർക്ക് ഇൻഡിപെൻഡൻസിന് ശേഷം ഫോർമൽ പ്ലാനിങ്ങിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് മാറുകയാണ് ചെയ്തത്. ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. എം വിശ്വേശ്വരയ്യ is considered the father of Indian economic planning. He wrote a book called Planned Economy for India in 1934. In this book, he proposed a 10-year plan for the country's economic planning. His work laid the foundation for the formal planning process that began after independence. Question: Who is the architect of the Indian 5-year plans? Indian 5-year plans ന്റെ ആർക്കിടെക്ട് ആരായിരുന്നു? ഇന്ത്യൻ 5-year പ്ലാൻസിന്റെ ആർക്കിടെക്റ്റ് ആയിട്ട് അറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. ഇദ്ദേഹം ഒരു ഫേമസ് സ്റ്റാറ്റിഷ്യൻ ആണ്. അതുമാത്രമല്ല പ്ലാനിംഗ് കമ്മീഷനിലെ ഒരു മെമ്പറും കൂടിയാണ്. ഇദ്ദേഹമാണ് സെക്കൻഡ് 5-year പ്ലാൻ മോഡലും ഡെവലപ്പ് ചെയ്തത്. ഈ പ്ലാനിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യനെ സെൽഫ് റിലയന്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഹെവി ഇൻഡസ്ട്രീസ് ബിൽഡ് ചെയ്യുന്നതാണ്. അതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. PC Mahalanobis is known as the architect of the Indian 5-year plans. He was a famous statistician and a member of the Planning Commission. He developed the model for the second 5-year plan. This plan focused on building heavy industries to make India self-reliant. Question: What is NITI Ayog? NITI Ayog പറഞ്ഞാൽ എന്താണ്?
NITIയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ്. അപ്പോൾ ഇത് പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തിട്ട് 2015 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു അഡ്വൈസറി ബോഡി ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഇതിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് പോളിസി മേക്കിങ്ങിൽ സ്റ്റേറ്റ്സിനെയൊക്കെ ഇൻവോൾവ് ചെയ്തിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. NITI Ayog stands for the National Institution for Transforming India. It replaced the Planning Commission in 2015. It serves as the main policy think tank for the Government of India. Its goal is to promote sustainable development and foster cooperative federalism by involving states in policy making. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question: What were the economic reforms of 1991 commonly called? 1991-ലുള്ള എക്കണോമിക് റീഫോംസിനെ കോമൺ ആയിട്ട് എന്താണ് വിളിച്ചിരുന്നത്? 1991-ലുള്ള എക്കണോമിക് റീഫോംസിനെ കോമൺ ആയിട്ട് റെഫർ ചെയ്തത് LPG റീഫോംസ് ആയിട്ടാണ്. അപ്പോൾ LPG പറഞ്ഞു കഴിഞ്ഞാൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്നാണ്. അപ്പോൾ ഇതിന്റെ ഈ റീഫോമിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കണോമീനെ ഒന്നും കൂടെ മാർക്കറ്റ് ഓറിയന്റഡ് ആക്കുക എന്നാണ്. അതോടൊപ്പം ഇതിനെ വേൾഡ് എക്കണോമിയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നതാണ്. പിന്നെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The economic reforms of 1991 are commonly referred to as LPG reforms. LPG stands for liberalization, privatization and globalization. These policies moved India away from a state-controlled economy. The goal was to make the Indian economy more market-oriented and integrate it with the world economy. Question: What is liberalization? Liberalization പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക എന്നാണ്. അതോടൊപ്പം എക്കണോമിക് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുക എന്നാണ്. അപ്പോൾ ഇത് വന്നിട്ട് ബിസിനസ്സസിന് അതിൻ്റെതായ ഡിസിഷൻ എടുക്കാനുള്ള കൂടുതൽ ഫ്രീഡം നൽകുന്നു. ഇപ്പോൾ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ലിബറലൈസേഷനകത്ത് വരുന്നത് ഇൻഡസ്ട്രിയൽ, ഫിനാൻഷ്യൽ, അതുപോലെ ഫോറിൻ ട്രേഡ് സെക്ടേഴ്സിന്റെ റീഫോംസ് ആണ്. ഇവയുടെ മെയിൻ എയിം എന്ന് പറയുന്നത് കോമ്പറ്റീഷനും എഫിഷ്യൻസിയൊക്കെ ഇൻക്രീസ് ചെയ്തിട്ട് എക്കണോമിക് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക എന്നാണ്. അതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ലിബറലൈസേഷൻ മീൻസ് റെഡ്യൂസിങ് ഓർ റിമൂവിങ് ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് ആൻഡ് കൺട്രോൾ ഓൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇറ്റ് ഗീവ്സ് മോർ ഫ്രീഡം ടു ബിസിനസ്സസ് ടു മേക്ക് ദെയർ ഓൺ ഡിസിഷൻസ്. In India, this involved reforms in the industrial, financial and foreign trade sectors. The aim was to promote economic growth by increasing competition and efficiency. Question: What is privatization? Privatization പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓൺഡ് എന്റർപ്രൈസസിനെ ഓണർഷിപ്പ് പ്രൈവറ്റ് സെക്ടറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇത് ഗവൺമെന്റിന്റെ എല്ലാ ഷെയർസും അല്ലെങ്കിൽ പാർട്ട് ഓഫ് ദി ഷെയർസ് സെല് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിന് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നും അറിയപ്പെടാറുണ്ട്. ഇതിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ മേലെയുള്ള ഫിനാൻഷ്യൽ ബേർഡൻ റെഡ്യൂസ് ചെയ്യുക എന്നാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Privatization is the process of transferring the ownership of public sector, that is government owned enterprises, to the private sector. This can be done by selling all or a part of the government shares. This process is also known as disinvestment. The goal is to improve efficiency and reduce the financial burden on the government. Question: What is globalization? Globalization പറഞ്ഞാൽ എന്താണ്? ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഒരു കൺട്രിയുടെ എക്കണോമി ഗ്ലോബൽ എക്കോണമിയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇതിനകത്ത് ഗുഡ്സ്, സർവീസ്, ക്യാപിറ്റൽ, ടെക്നോളജി, പീപ്പിൾ ഇവയുടെ ഫ്രീ ഫ്ലോ ആണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോളിസി വന്നിട്ട് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് റെഡ്യൂസ് ചെയ്തിട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WTO ഒരു കീ റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. Globalization is the process of integrating a country's economy with the global economy.
It involves the free flow of goods, services, capital, technology, and people across borders. This policy leads to reduced import duties and encourages foreign investment. The World Trade Organization or WTO plays a key role in managing this process. Question: What is a knowledge economy? Knowledge economy പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നോളേജ് എക്കോണമി പറയുന്നത് ഒരു എക്കോണമിക് സിസ്റ്റം ആണ്. ഇതിനകത്ത് നോളേജ് ഇന്റൻസ് ആക്ടിവിറ്റീസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗുഡ്സും സർവീസസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ പ്രൊഡക്ഷനിൽ വരുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇന്നോവേഷൻ, ഇൻഫർമേഷൻ, അതുപോലെ തന്നെ സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സ് ആണ്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് പുതിയ റിസർച്ച്, ടെക്നോളജി, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ലേണിംഗിലാണ് റിലേ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഇന്നോവേഷൻ വഴി പുതിയ പ്രോഡക്ട്സും സർവീസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. A knowledge economy is an economic system where the production of goods and services is based mainly on knowledge-intensive activities. Innovation, information, and skilled human resources are the most important factors of production. It relies on new research, technology, and continuous learning. The goal is to create new products and services through innovation. Question: What are the features of the Kerala model of development? Kerala model of development features എന്തൊക്കെയാണ്? കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഹൈ ലിറ്ററസി റേറ്റ്സ്, ലോ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്സും ഹൈ ലൈഫ് എക്സ്പെക്ടൻസി ആണ്. അതായത് ലോവർ പെർ ക്യാപിറ്റ ഇൻകം വെച്ചിട്ട് ഹൈ സോഷ്യൽ ഡെവലപ്മെന്റ് ആണ് കേരള അച്ചീവ് ചെയ്തത്. അപ്പൊ ഇത് പോസിബിൾ ആയത് യൂണിവേഴ്സൽ എഡ്യൂക്കേഷനിലും ഹെൽത്ത് കെയറിലൊക്കെ ഗവൺമെന്റ് പോളിസീസ് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അതുമാത്രമല്ല ഒരു സ്ട്രോങ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവും അതുപോലെ ലാൻഡ് റീഫോംസും സോഷ്യൽ ഈക്വിറ്റിക്ക് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പൊ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Kerala model is known for achieving high social development even with a lower per capita income compared to other regions. Its key features include high literacy rates, low infant mortality rates, and high life expectancy. This was made possible by government policies focusing on universal education and healthcare. A strong public distribution system and land reforms also contributed to social equity. Subscribe to this channel for more videos like this. Question: What is the Nava Kerala Mission? നവ കേരള മിഷൻ പറഞ്ഞാൽ എന്താണ്? 2016 ഗവൺമെന്റ് ഓഫ് കേരള ലോഞ്ച് ചെയ്ത ഒരു ഡെവലപ്മെന്റ് പ്ലാൻ ആണ് നവ കേരള മിഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് 4 മെയിൻ മിഷൻസ് ആണുള്ളത്. ഒന്ന് ഹെൽത്ത്, പിന്നെ ലൈഫ്, പിന്നെ എഡ്യൂക്കേഷൻ, പിന്നെ എൻവിറോൺമെന്റ്. നവകേരള മിഷന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എല്ലാ സിറ്റിസൺസിനും ക്വാളിറ്റിയുള്ള ലൈഫ് കൊടുക്കുക എന്നാണ്, അല്ലെങ്കിൽ അവരുടെ ലൈഫ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നാണ്. ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ഏരിയാസിൽ, അതായത് ഹെൽത്ത്, ലൈഫ്, എഡ്യൂക്കേഷൻ, എൻവിറോൺമെന്റ്, ഈ ഒരു ഏരിയാസിലുള്ള ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ്, സിറ്റിസൺസിന്റെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നാണ്. അപ്പം ആൻസർ നമുക്ക് ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. The Navakerala Mission is a comprehensive development plan launched by the Government of Kerala in 2016. It consists of 4 main missions: Ardram, that is health, life, housing; Vidya Kiranam, education; and Haritha Keralam, environment. The main aim is to improve the quality of life for all citizens. It focuses on solving basic problems in these key areas for holistic development. Question: What is disinvestment? Disinvestment പറഞ്ഞാൽ എന്താണ്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിലുള്ള ഷെയർസ് പ്രൈവറ്റ് സെക്ടറിലേക്ക് സെല്ല് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് പ്രൈവറ്റൈസേഷൻ ആണ്. അപ്പൊ ഗവൺമെന്റിന്റെ ഷെയർ കംപ്ലീറ്റ് സെയിലും ആവാം, അല്ലെങ്കിൽ പാർഷ്യൽ സെയിലും ആവാം. ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഫണ്ട് റേസ് ചെയ്തിട്ട് കമ്പനിയുടെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക എന്നാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. Disinvestment is the process of the government selling its shares in public sector enterprises to the private sector. It is the most common method used for privatization. This can be a complete sale or a partial sale of the government stake. The main purpose is to raise funds and improve the efficiency of the company.
Question: What were the 5-year plans? 5-year plans എന്താണ്? 5-year plans എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള സെൻട്രലൈസ്ഡ് എക്കണോമിക് പ്ലാൻസിന്റെ ഒരു സീരീസ് ആണ്. അതായത് ഒരു കൺട്രിയുടെ എക്കണോമിക് ഡെവലപ്മെന്റ് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 1951 സ്റ്റാർട്ട് ചെയ്ത ഒരു പ്ലാനിംഗ് കമ്മീഷൻ ആണ് ഇത്. പിന്നീട് 2014 NITI ആയോഗ് ലോങ് ടേം വിഷൻ യൂസ് ചെയ്തിട്ട് ഇത് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The 5-year plans were a series of centralized economic plans in India. They were started in 1951 by the Planning Commission to guide the country's economic development. Each plan set out goals and targets for different sectors of the economy for the next 5 years. This system continued until 2014, after which it was replaced by the NITI Ayog's long-term vision. Question: What are the Sustainable Development Goals or SDGs? Sustainable Development Goals എന്തൊക്കെയാണ്? 2015 യുണൈറ്റഡ് നേഷൻസ് അഡോപ്റ്റ് ചെയ്ത സെറ്റ് ഓഫ് 17 ഗ്ലോബൽ ഗോൾസ് ആണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പോവേർട്ടി എൻഡ് ചെയ്യുക, അതുപോലെ തന്നെ പ്ലാനറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, എല്ലാ ജനങ്ങൾക്കും പീസും പ്രോസ്പെറിറ്റിയും എൻഷുർ ചെയ്യുക എന്നതാണ് ഇവരുടെ മെയിൻ ഗോൾസ്. അതുമാത്രമല്ല സീറോ ഹങ്കർ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ക്ലൈമറ്റ് ആക്ഷൻ പോലെയുള്ള സോഷ്യൽ, എക്കണോമിക്, എൻവിറോൺമെന്റൽ ഏരിയസ് ഒക്കെയാണ് ഇതിനകത്ത് കവർ ചെയ്യുന്നത്. അപ്പൊ 2030 ഈ ഒരു എക്സ്പെക്ടേഷൻ അച്ചീവ് ചെയ്യാൻ കഴിയുമെന്നാണ് നിഗമനം. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Sustainable Development Goals are a set of 17 global goals adopted by the United Nations in 2015. They are a universal call to action to end poverty, protect the planet, and ensure that all people enjoy peace and prosperity. The goals cover social, economic, and environmental areas like zero hunger, quality education, and climate action. Countries are expected to achieve these goals by the year 2030. Question: What is Industry 4.0? Industry 4.0 പറഞ്ഞാൽ എന്താണ്? ഇൻഡസ്ട്രി 4.0 എന്ന് പറയുന്നത് 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആണ്. അപ്പൊ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് മാനുഫാക്ചറിങ്ങിന്റെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. അതായത് സ്മാർട്ട് ഫാക്ടറീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓട്ടോമേഷൻ പോലെയുള്ള ടെക്നോളജീസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഫാക്ടറീസിൽ മെഷീൻസിനെയൊക്കെ കണക്ട് ചെയ്തിട്ട് അതിന് അതിൻ്റെതായ ഡിസിഷൻ എടുക്കത്തക്ക രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും, അതോടൊപ്പം ലെസ് വേസ്റ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്, പിന്നെ ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയിരിക്കും ഇവിടെ ക്രിയേറ്റ് ആവുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Industry 4.0 refers to the 4th industrial revolution, which involves the digital transformation of manufacturing. It uses technologies like the Internet of Things, that is IoT, artificial intelligence, that is AI, and automation to create smart factories. In these factories, machines are connected and can make decisions on their own. This leads to increased efficiency, better quality products, and less waste. Next, നമ്മൾ പഠിക്കാൻ പോകുന്നത് one word questions അല്ലെങ്കിൽ fill in the blanks type questions-കളാണ്. Question: The increase in a country's GDP compared to the previous year is called dash. Answer: economic growth. Next question: The average income of a person in a country is known as dash. Answer: per capita income. Next question: The index developed by the UN to measure development based on life expectancy, literacy, and income is the dash. Human Development Index. Next question: In India, the agency that prepares the SDG India Index is dash. Answer: NITI Ayog. Next question: The strategy adopted by India for economic development after independence was dash. Answer: economic planning. Next question: The father of Indian economic planning is considered to be dash. Answer: M. Vishvesvaraya. Next question: The institution that replaced the Planning Commission of India in 2015 is dash. Answer: NITI Ayog. Next question: The economic reforms of 1991 are commonly known by the acronym dash. Answer: LPG. Next question: The L in LPG reform stands for dash. Answer: liberalization. Next question:
The P in LPG reform stands for dash. Answer, privatization. Next question. The G in LPG reform stands for dash. Answer, globalization. Next question. The process of the government selling its share in public sector companies is called dash. Answer, disinvestment. Next question. The international organization that regulates global trade is the dash. Answer, World Trade Organization. Next question. Large companies that operate in multiple countries are called dash. Answer, multinational corporations. Next question. An economic system based on the use of knowledge and information is called a dash. Answer, knowledge economy. Next question. The fourth industrial revolution is also known as dash. Answer, Industry 4.0. Next question. A key feature of the Kerala model of development is its high dash rate. Answer, literacy rate. Next question. The Kerala government's mission to provide housing for all is named the dash mission. Answer, life mission. Next question. The architect of the Indian 5-year plans was dash. Answer, P.C. Mahalanobis. Next question. The system of government control through licenses, permits and quotas before 1991 was known as the dash system. Answer, LPQ system. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.